ബികോം BBAയുടെ BNM ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന സബ്ജക്റ്റിൻ്റെ 2 ചാപ്റ്റേഴ്സോളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് കൂടി കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്. യൂണിവേഴ്സിറ്റിയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് BBAയ്ക്കും BCOMനും സെയിം ആയിട്ട് വരുന്ന ബുക്കാണ്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 ചാപ്റ്റേഴ്സാണ്. നമ്മൾ പ്രൊഫഷണലിൽ പറഞ്ഞ പോലെ തന്നെ 5 ചാപ്റ്റേഴ്സാണ് ഇതിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഇതിൽ ഒരു എളുപ്പമുള്ള ചാപ്റ്റർ ഇത് മാത്രമാണ്. ഓക്കെ, അപ്പം CBSE പഠിച്ച കുട്ടികൾക്ക് 10th +2 ഒക്കെ CBSE ആയിരുന്നവർക്ക്, അല്ലെങ്കിൽ +2 മാത്സ് ഒക്കെ എടുത്ത കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് കഴിയും. അല്ലാത്തവർക്കും പഠിക്കാനൊക്കെ കഴിയും കേട്ടോ, ഒരു കുഴപ്പമില്ല. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം, ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് എന്താണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഫ്രേസ് ഇൻവോൾവിങ് ഓൺലി നമ്പേഴ്സ് ആൻഡ് 1 or more ഓപ്പറേഷണൽ സിംബൽസ്. ഇതിൽ നമ്പേഴ്സും അതേപോലെ തന്നെ ഒന്നോ അതിലധികമോ ഓപ്പറേഷണൽ സിംബൽസ് ഉള്ളതിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, 4 + 20 - 7. അപ്പോൾ ഇതിൽ 4ഉം 20ഉം 7ഒക്കെ നമ്പേഴ്സാണ്, പ്ലസും മൈനസും ഓപ്പറേഷണൽ സിംബൽസാണ്. ഇതിൽ X എന്നോ Y എന്നോ പറഞ്ഞ ലെറ്റേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ നമ്പേഴ്സും ഓപ്പറേഷണൽ സിംബൽസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളവയാണ് നമ്മൾ ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ആദ്യം 4 + 20 24 ആണ്. 24 - 7 17 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 17 ആൻസർ കിട്ടി. വോട്ടെവർ. അപ്പോൾ ഇതാണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻസിൻ്റെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ, ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പേഴ്സും അതേപോലെ തന്നെ ലെറ്റേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ 1-2 ഇക്വേഷനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു പാരഗ്രാഫിൽ തന്നെ. ന്യൂമറിക്കൽ ഇക്വേഷൻ, ആ ഒരു നെയിം പോലെ തന്നെ ന്യൂമറിക്കൽ, അതിൽ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ 2 + 3 = 5. അതൊരു ഇക്വേഷനാണ്, അതിൽ നമ്പേഴ്സ് മാത്രം വരുന്ന ഒരു ഇക്വേഷനാണത്. രണ്ടാമത്തേത് ലിറ്ററൽ ഇക്വേഷൻ. ലിറ്ററൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ലെറ്റേഴ്സും വരും, സം ലെറ്റേഴ്സും സം നമ്പേഴ്സും വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ 3x + 5 = 8. അതിൽ 5ഉം 8ഉം ഒക്കെ നമ്പേഴ്സായിട്ട് വരുന്നുണ്ട്, X എന്നുള്ളൊരു ലെറ്ററും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവയെ ലിറ്ററൽ ഇക്വേഷൻസ് എന്നും പറയും. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് നോട്ട് ചെയ്യേണ്ട. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് താഴെ വരുന്നുണ്ട്. അതിലൊരു 4 ടൈപ്പ് പറയുന്നുണ്ട്. ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻസ്, ക്യൂബിക് ഇക്വേഷൻസ്. ഇതിൽ ഫസ്റ്റത്തെ 2 ഉണ്ടല്ലോ, ലീനിയറും ക്വാഡ്രാറ്റിക്കും, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻസ് പറയുന്നുണ്ട്. എനി ക്വാണ്ടിറ്റി ക്യാൻ ബി ആഡഡ് ടു ബോത്ത് സൈഡ്സ്. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, സബ്സ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും ഇക്വേഷൻസിൽ. ബോത്ത് സൈഡ്സ് അത് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ഇക്വേഷൻസ് ചെയ്യുമ്പോൾ പറയാം, അതല്ലേ കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ തിയറി പോർഷൻസ് എല്ലാം തന്നെ ഞാൻ ഇതേപോലെ ഓഡിയോ ആയിട്ട് പറയാം, ടെക്സ്റ്റ് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ട്. ദെൻ പ്രോബ്ലംസ് വർക്ക് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാർട്ട് വീഡിയോ കണ്ടിട്ട് നോക്കുക, BNM ഇതേപോലെ മതിയൊന്ന് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലംസ്, ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ എല്ലാ ടൈപ്പിൽ നിന്നും 1-2 എണ്ണം വെച്ചിട്ട് പറയാം, അതല്ലേ. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പ്രോബ്ലംസ് ചെയ്ത് നോക്കാമല്ലോ. ഇനിയിപ്പോൾ ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ഞാൻ സ്ക്രീനിൽ എക്സസൈസ് കാണിക്കാം, അപ്പോൾ അത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടേംസ് നോക്കാം. ഓക്കെ, അപ്പം ഇതിൽ X + 8 = 24. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷന്റെ ഇപ്പുറത്തെ സൈഡിലുള്ളവരെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് മെമ്പർ ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയും. ഇനി ഈക്വൽ ടുവിന്റെ ഈ സൈഡിലുള്ളവരെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് മെമ്പർ ഓഫ് ദി ഇക്വേഷൻസ് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാ സാധാരണ? എക്സിനെ നമ്മൾ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് നിർത്തി നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ X നമ്മൾ അവിടെ നിർത്തി, നമ്പേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ 24 ഓൾറെഡി അവിടെ ഉണ്ട്. അതിൽ കൂടെ +8 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -8 ആവും. അപ്പൊ X എന്ന് പറയുന്നത് എത്രയാ? 24 - 8, ദാറ്റ് മീൻസ് 16 ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി, 16 എന്നുള്ളത് നമുക്ക് കിട്ടി. ഇതൊരു സിമ്പിൾ മെത്തേഡ് ആണ്.
അതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ തരാം. 3x + 5 = 8. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ എക്സാമ്പിൾ പറഞ്ഞൊരു ഇക്വേഷൻ ആണ്. ഇതും നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. എക്സിനെ നമ്മൾ ഒരു സൈഡിൽ നിർത്തി നമ്പേഴ്സിനെ നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കുകയാണ്. അപ്പൊ 8 അവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ +5 അങ്ങോട്ട് പോകുമ്പോൾ -5 ആവും. അപ്പൊ 3x എന്ന് പറയുന്നത് 8 - 5 3 ആണ്. x എന്ന് പറയുന്നത് ഈ 3 ഈ ഇൻറ്റു 3 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ÷ 3 ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു 3/3 നമ്മൾ എങ്ങനെയാ പറയാ? 1 എന്നല്ലേ പറയാറ്. x = നമുക്ക് 1 എന്ന അതിന്റെ ആൻസർ കിട്ടി. അപ്പോൾ ഇത് രണ്ട് സിമ്പിൾ മെത്തേഡ്സ് ആണ്. ഇനി അതേപോലെ തന്നെ ഒരെണ്ണം കൂടി വരുന്നതാണ് 8x + 7 = 4x + 12. ഇത് നമ്മൾ എക്സുകളൊക്കെ ഒരു സൈഡിൽ നിർത്തി നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റുന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എക്സുകളൊക്കെ ഒരു സൈഡിൽ നിർത്തുക. അതായത് 8x ദെൻ 4x ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? -4x ആയിരിക്കും ട്ടോ. ദെൻ ഈക്വൽ ടു ഇടുക. 12 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. ഈ +7 അങ്ങോട്ട് പോകുമ്പോൾ -7 ആവും. അപ്പൊ നമ്മൾ 8x ന്ന് 4x കുറയ്ക്കുമ്പോൾ 4x കിട്ടി. ദെൻ ഈക്വൽ ടു ഇടുക. 12 - 7 എന്ന് പറയുന്നത് എത്രയാ? 5. അപ്പോൾ x എന്ന് പറയുന്നത് 5 ÷ 4 ആണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ 1.25 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള 3 ടൈപ്പ് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ബ്രാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. അതായത് 7x - 2 then +8x - 3 -22 = x + 10. ഇതെങ്ങനെയാ നമുക്ക് ചെയ്യാന്ന് നോക്കാം ട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബ്രാക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ ഈ 7 × x എത്രയാ? 7x. 7 × -2 എന്ന് പറയുന്നത് -14 ആണ്. ദെൻ +8 × x 8x. 8 × -3 എന്ന് പറയുന്നത് -24. ദെൻ -22 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈക്വൽ ടു x + 10. നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി ആസ് യൂഷ്വൽ എക്സുകളെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 7x + 8x - x = 10 ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ? അപ്പൊ 10 + 14 നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. -14 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +14 ആവും. -24 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +24 ആവും. -22 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +22 ആവും. അപ്പൊ നമ്മൾ എക്സുകളൊക്കെ നമ്മൾ എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിത് സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ 7 + 8 മൈനസ് അതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുക. അപ്പോ 14x. ദെൻ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 70 ആണ്. ഞാൻ ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോ x എഴുതുമ്പോൾ നമ്മൾ 17 ÷ 14 ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 5 എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതേ സെയിം മെത്തേഡ്, നമ്മൾ എക്സുകളൊക്കെ ഒരു സൈഡിൽ നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിൽ, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇനി കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി നമുക്ക് ചെയ്യാം. 7x - 21 - 3x + 13 = 7 + 6x - 19. ഇതാണ് സംഭവം. അപ്പൊ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം ട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എക്സുകളെല്ലാം ഒരു സൈഡിലേക്ക് എഴുതണം. 7x -3x, പിന്നെ ഈ ഭാഗത്ത് എക്സുകളൊന്നുമില്ല. ഇവിടെ നിന്ന് നമ്മുടെ 6x കൊണ്ടുവന്നാൽ മതി. അപ്പൊ 6x കൊണ്ടുവരുമ്പോൾ -6x. ഇനി നമ്മൾ നമ്പേഴ്സ് എഴുതുക. -21 അങ്ങോട്ട് പോകുമ്പോൾ +21 ആയി. 13 അങ്ങോട്ട് പോകുമ്പോൾ -13 ആയി. പിന്നെ അവിടെയുള്ള ആൾക്കാർ +7ഉം -19ഉം. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 7x ന്ന് 3x പോയി, അതിന്ന് 6x പോണം. അപ്പൊ നമുക്ക് -2x ആണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ അതേപോലെ തന്നെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കണക്കൊന്നും ആരും ചെയ്ത് തെറ്റിക്കണ്ട, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ -4 കിട്ടും നമുക്ക്. അപ്പൊ നമുക്കത് ചെയ്യാം. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -4 / -2 ആണ്. ദാറ്റ് മീൻസ് 2 ആണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്.
ഇപ്പൊ നോക്കി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ 3 ടൈപ്പ് ഇക്വേഷൻസ് വെച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോ ബ്രാക്കറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് നമ്മൾ നോക്കി. കുറച്ച് ലോങ് ആയിട്ടുള്ളത് വന്ന് എങ്ങനെയാ സോൾവ് ചെയ്യുക. ഇനി നമ്മൾ കുറച്ച് ഡിവിഷൻ പോലത്തെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തരുന്നതാട്ടോ. ഇങ്ങനെ ബ്രാക്കറ്റിൽ ലോങ് ഡിവിഷൻ ഒന്നും ടെക്സ്റ്റിൽ ഇല്ല. ഇത് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ തോബാത്തേക്സിംഗിൽ നമ്മൾ ഇംഗ്ലീഷിൽ 9 സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഈസി ആയിട്ട് പഠിച്ചില്ലേ, അതേപോലെ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോ ഇനി നമ്മൾ ഡിവിഷൻ എന്ന് പറഞ്ഞത് ഞാനേ ഇപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് x/2 പ്ലസ് x/3 ഈക്വൽ ടു 5 ഇതേപോലെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ലേ നമ്മള്, ഇങ്ങനെയും ഇങ്ങനെയും പിന്നെ താഴെയും കൂടി ഇൻറ്റു ചെയ്യില്ലേ. അതായത് x ഇൻറ്റു 3 എത്രയാ? 3x പ്ലസ് 2 ഇൻറ്റു x എത്രയാ? 2x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 എത്രയാ? ഇത് ഇൻറ്റു ആണ് കേട്ടോ. 2 ഇൻറ്റു 3 എത്രയാ? നമ്മള് 6. ദെൻ ഇവിടെ 5 ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? 3x ഉം 2x ഉം നമുക്ക് കിട്ടുമ്പോ 5x ദെൻ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 5. ഇതൊന്നും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ 5x അവിടെ നമ്മൾ നിർത്താം. 5x നിർത്തി 5 ഇവിടെ ഉണ്ട്. ഈ ഡിവൈഡഡ് ബൈ 6 അങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു 6 ആവും. അപ്പോ 5x എന്ന് പറയുന്നത് 30 ആണ്. ഇപ്പുറത്തെ പേജിൽ കാണിക്കാം കേട്ടോ. x എന്ന് പറയുന്നത് അപ്പോ 30 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 6 ആണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ഒരു ഇക്വേഷനും കൂടി കാണിച്ചു തരാം. 2a മൈനസ് 8a പ്ലസ് 1 മൈനസ് a പ്ലസ് 2 ഇൻറ്റു 5 ഈക്വൽ ടു 9. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ 2a നമ്മൾ എടുത്ത് എഴുതി, ഈ 8a നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് എഴുതുക. ദെൻ നെഗറ്റീവ് പ്ലസ് 1 അത് നമ്മൾ എഴുതുമ്പോൾ നെഗറ്റീവ് 1 ആവും കേട്ടോ. ദെൻ വീണ്ടും ഒരു നെഗറ്റീവ്. എനെ നമ്മൾ ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. a ഇൻറ്റു 5 എന്ന് പറയുന്നത് 5a ആണ്. ദെൻ നെഗറ്റീവ് 10, 5 ഇൻറ്റു 2 10 ആണ് അല്ലെ. അപ്പൊ 10 ഇട്ടു നമ്മൾ. ഈ നെഗറ്റീവ് ആണ് കേട്ടോ ഇത്. ദെൻ ഈക്വൽ ടു 9. നമ്മൾ a വരുന്നതൊക്കെ ഒരു സ്ഥലത്തേക്ക് എഴുതാം, നമ്പേഴ്സ് ഒക്കെ ഒരു സ്ഥലത്തേക്ക് എഴുതാം. ദാറ്റ് മീൻസ് 2a മൈനസ് 8a മൈനസ് 5a ഈക്വൽ ടു 9 പ്ലസ് 1 പ്ലസ് 10. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ സോൾവ് ചെയ്യാം? ഇത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് 11a എന്നാണ് കിട്ടുക. ഇവിടെ നമുക്ക് 20 എന്നും കിട്ടും. അപ്പൊ a എന്ന് പറയുന്നത് 20. ഈ നെഗറ്റീവ് 11 താഴോട്ട് പോകുമ്പോൾ വെറും 11 ആവും, പോസിറ്റീവ് 11 ആവും കേട്ടോ. അപ്പൊ നമുക്ക് 20 ഡിവൈഡഡ് ബൈ 11 എന്നാണ് കിട്ടുക. ഇത് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതിന്റെ ഒരു ഫോം എഴുതാം, നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ 1.8 കണ്ട വരണം, അപ്പൊ അത് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 8 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2/3 ഓഫ് എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 3 ഈക്വൽസ് 13. ഫൈൻഡ് ദ നമ്പർ എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെടുത്ത് 2/3 ഓഫ് എ നമ്പർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2/3 ഓഫ് എ നമ്പർ നമുക്ക് അറിയില്ല, സോ നമ്മൾ x എന്ന് കൊടുത്തു. ദെൻ ഇൻക്രീസ്ഡ് 3 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ 3 എഴുതി. ഈക്വൽ ടു 13 ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമ്മളൊരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് എടുത്തു. ഇനി നമ്മൾ സാധാരണ സോൾവ് ചെയ്യണ പോലെ തന്നെ എക്സുകളെ നമ്മൾ ഈ ഭാഗത്ത് നിർത്തി. 13 മൈനസ് 3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -3 ആയി കേട്ടോ. അപ്പൊ എത്ര ആൻസർ? 10 അല്ലേ ഇവിടെ കിട്ടുക. ദെൻ 2/3 x ഈക്വൽ ടു 10 എന്ന് കിട്ടി. നമ്മൾ എക്സിന്റെ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഇവിടെ നിർത്തി. 10 ഈ 2/3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റെസിപ്രോക്കൽ ആവും, 3/2 ആവും. ഇൻറ്റു 3/2. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 15 എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ടെക്സ്റ്റില് പേജ് നമ്പർ 6 ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിട്ടുണ്ട്. ദ ഏജ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 4:1. ആഫ്റ്റർ 5 years their age will be in the ratio of 3:1. Find their present age എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് ഫാദർ ആൻഡ് സൺ, അപ്പൊ നമ്മൾ ഈ റേഷ്യോന്റെ കണക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നെയിം ഒരു ഓർഡറിൽ തന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ ഫാദർ എന്നാണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പൊ റേഷ്യോയില് 4 എന്ന് പറയുന്നത് ഫാദറിന്റെ ആണ് കേട്ടോ, സണ്ണിന്റെ ആണ്
നെക്സ്റ്റ് എടുക്കുന്ന 1. അപ്പൊ ആദ്യം അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആയിരുന്നു. ആഫ്റ്റർ 5 ഇയേഴ്സ് അവരുടെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയി. സോ അവരുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. സോ നമുക്ക് എഴുതാം ഫാദർ ആൻഡ് സൺ. ഫാദർ ആൻഡ് സൺ അവരുടെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ് കിടക്കുന്നത്. ആഫ്റ്റർ 5 ഇയേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എത്രയാ റേഷ്യോ പറഞ്ഞിരിക്കുന്നത്? 3:1 ആണ്. അതവിടെ കിടക്കട്ടെ. അപ്പൊ ഈ ഒരു 4:1 നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് 4x എന്നും അതേപോലെ തന്നെ 1x എന്നും നമുക്ക് എഴുതാനായിട്ട് കഴിയും. അപ്പൊ ആഫ്റ്റർ 5 ഇയേഴ്സ് അവരുടെ നമുക്ക് നോക്കി നോക്കാം. അതായത് ഫാദറിന്റെ 4x പ്ലസ് 5 ഈസ്റ്റു അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ദെൻ മകന്റെ 1x അതേപോലെ തന്നെ 5. ഓക്കെ, ഈ ഒരു 3:1 അവിടെ കിടക്കട്ടെ. ഇനി നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു റേഷ്യോനെ നമ്മൾ ഡിവൈഡ് ഫോമിലാണ് എഴുതാം. അതായത് 4x പ്ലസ് 5 ഡിവൈഡഡ് ബൈ ബാക്കി ഐറ്റംസ് താഴോട്ട് വരും. 1x പ്ലസ് 5 ഈക്വൽ ടു ഇതും അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് എഴുതാം. 3/1. ഓക്കെ, 3/1 മീൻസ് 3 ആയിട്ട് എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടാം? 4x പ്ലസ് 5. ഇനി 1x പ്ലസ് 5 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ അവിടെ ഉള്ളത് ഇപ്പൊ 3 ആണ്. ഈ 1x/5 എന്ന് പറയുന്നത് ഡിവിഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ അതായത് ഇൻറ്റു 1x പ്ലസ് 5 എന്നാവും. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ 4x പ്ലസ് 5 ഈക്വൽ ടു 3 ഇൻറ്റു 1x 3x 3 ഇൻറ്റു 5 15 നമുക്ക് കിട്ടി. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്യാം. 4x നമ്മൾ എഴുതി, 3x ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നെഗറ്റീവ് 3x ആയി. ഈക്വൽ ടു 15 അവിടെ ഓൾറെഡി ഉണ്ട്. പ്ലസ് 5 അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് 5 ആവും. അപ്പൊ 4x മൈനസ് 3x എന്ന് പറയുന്നത് 1x ആണ്. ഈക്വൽ ടു 15 മൈനസ് 5 എന്ന് പറയുന്നത് 10 ആണ്. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 10 എന്ന് കിട്ടി. അതായത് എക്സ് 1x അതാണ് മകന്റെ ആണ് നമുക്ക് 10 കിട്ടിയത്. അപ്പൊ മകന്റെ 10 കിട്ടി. അതായത് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 10 കിട്ടി. അപ്പൊ ഫാദറിന്റെ എത്രയായിരിക്കും? ഫാദറിന്റെ 4x ആയിരുന്നു അല്ലെ, 4x ആയിരുന്നു. ദാറ്റ് മീൻസ് 4 ഇൻറ്റു 10 ഈക്വൽ ടു 40 നമ്മുടെ അച്ഛന്റെ ഏജും നമുക്ക് കിട്ടി. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അടുത്തൊരു ഇതാണ് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷന്റെ രൂപത്തിൽ അവർ തന്നിരിക്കുന്ന ആ ഒരു x മൈനസ് 4 ഈക്വൽ ടു √3y എന്നുള്ളതുണ്ടല്ലോ, അത് മാറ്റി എഴുതണം. എന്നിട്ട് അതിൽ നിന്ന് a കണ്ടുപിടിക്കണം, b കണ്ടുപിടിക്കണം, c കണ്ടുപിടിക്കണം. അത് സിമ്പിൾ ആണ്. ആ പൊസിഷൻസ് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ മാത്രം മതി. അതായത് എക്സിന് നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. അതിനുശേഷം അതായത് axന്റെ സ്ഥാനത്ത് x നമ്മൾ എഴുതി, byയുടെ സ്ഥാനത്തേക്ക് ഈ √3y ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ അത് നെഗറ്റീവ് √3y ആയി. ദെൻ സിയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഈ ഒരു നെഗറ്റീവ് 4 എഴുതാം, 0 ഇട്ട് കൊടുക്കുക. അപ്പൊ ആ ഒരു ഇക്വേഷൻ അവർ പറഞ്ഞ പോലെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് a കണ്ടുപിടിക്കണം. a എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 1 ഇട്ട് കൊടുത്തു. b എന്ന് പറയുന്നത് ഈ ഒരു byയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാ? √3, നെഗറ്റീവ് √3. ദെൻ c എന്ന് പറയുന്നത് നെഗറ്റീവ് 4 ആണ്. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയില്ലേ? ഇനി ഇവർ പറയുന്ന രണ്ടാമത്തെ ഒരു കണക്ക് എന്ന് പറയുന്നത് 2x ഈക്വൽ ടു y. ഇതാണ് ഈ ഒരു ഇക്വേഷന്റെ രൂപത്തിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഒരു സിയുടെ സ്ഥാനത്ത് ഒരെണ്ണം കുറവുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 2x അതേപോലെ തന്നെ നമ്മൾ എഴുതി. ദെൻ y നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോ നെഗറ്റീവ് y ആയി അത്. ഇനി അതേപോലെ തന്നെ സിയുടെ സ്ഥാനത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കുക. ദെൻ ആ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതില് ABC നമുക്ക് കണ്ടുപിടിക്കണം. a എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് 2 ആണ്. ബിയുടെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് 1 ഇട്ട് കൊടുക്കുക, നെഗറ്റീവ് 1 ഇട്ട് കൊടുത്തു. സിയുടെ സ്ഥാനത്ത് ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 ആണ് ഇട്ട് കൊടുത്തിരുന്നത്, ആ 0 തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതില് നമ്മൾ സിമ്പിൾ ആയിട്ട് വരുന്നതിൽ തന്നെ 1-2 ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ലോങ് ആയിട്ട് വരുന്നത് ചെയ്തിട്ടുണ്ട്, ബ്രാക്കറ്റ്സ് വരുന്നത് ചെയ്തു, റൂട്ട് വരുന്നത് ചെയ്തു. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ അങ്ങനെ
ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലൂടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിവിഷൻ വരുമ്പോഴും ഇപ്പൊ റെസിപ്രോക്കൽ ആക്കി എഴുതുന്ന മെത്തേഡ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സിമ്പിൾ ലീനിയർ മെത്തേഡ് എന്നുള്ള സെക്ഷൻ, ഇക്വേഷൻസ് എന്നുള്ള സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനോട് കൂടി നെക്സ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. 2 പാർട്ടിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതേപോലെ എടുത്താൽ മതി. ഇപ്പൊ ഞാൻ തിയറി പോർഷൻസ് എല്ലാം ടെക്സ്റ്റ് വെച്ചിട്ടാണ് കാണിച്ച് പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ BNM സബ്ജക്ട് എടുത്താൽ മതിയോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഇനിയിപ്പോ ഇതില് ഇവിടെ പേജ് നമ്പർ 9 ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സോ നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മുടെ വീഡിയോ കാണുക. ഇതേപോലെ എടുത്താൽ മതിയോ എന്നൊന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്